ജോണി ചേട്ടനോട് ഞാൻ ചോദിക്കാം, അദ്ദേഹം ഒരു സംവിധായകൻ കൂടെയാണ്, അതും സൂപ്പർ ഹിറ്റ് പടം സംവിധാനം ചെയ്ത്. അങ്ങനെയല്ല, അത് വാത്സല്യം പോലൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ചില കാണുന്ന പുതിയ ആളുകൾക്കെങ്കിലും വാത്സല്യം എന്ന സിനിമയെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടെങ്കിലും അതിന്റെ സംവിധായകൻ കൊച്ചിൻ ഹനീഫയ്ക്കയാണെന്നുള്ളത് അറിയാത്ത ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിലുണ്ടാവും. സംവിധായകനായ ഹനീഫക്ക എപ്പോഴെങ്കിലും സംസാരിക്കുമോ? നിങ്ങളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഷോട്ടിനെ കുറിച്ചോ ഒരു ആംഗിളിനെ കുറിച്ചോ ഒക്കെ സംവിധായകനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് തോന്നുന്നു ഒരിക്കൽ പോലും പുള്ളി ഇല്ല, ഒരിക്കൽ പോലും ഇടപെടില്ലായിരുന്നു. ഈ തമാശക്കുള്ള എന്തെങ്കിലും സജഷൻസ് ചിലപ്പോൾ ഒറ്റ ഷൂട്ടിൽ പോയാൽ നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ ചിലത്, അല്ലാതെ ഒരു കാരണവശാലും അത് ഇടപെടുകയില്ല. പിന്നെ എനിക്ക് ഈ പറഞ്ഞ അനീഫ്ക്കയുടെ ചില സിനിമകൾ, അനീഫ്ക്ക ഞാൻ എപ്പോഴും പറയാറുണ്ട്, അനീഫ്ക്ക കഥാകൃത്തായിരുന്ന കുറേ കാലഘട്ടമുണ്ട്. ഇതിഹാസം ഞാൻ നമുക്കറിയാലോ, ഒരു വീട്ടിൽ DGP നസീർ സാറ്, പോലീസ് കമ്മീഷണർ സോമേട്ടൻ മോൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ സുകുമാരേട്ടൻ, വേറൊരു മോൻ, ഒരു വലിയ സ്റ്റെപ്പ് ഉണ്ടാവും. ഞാനത് ചോദിച്ചിട്ടുണ്ട് അനീഫ്ക്കയോട്. നസീർ സാർ ഇങ്ങനെ വരുമ്പോൾ സൈഡിൽ നിന്ന് സുകുമാരൻ സോമൻ 3 മക്കള് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീവിദ്യാമ്മ, ജലചേച്ചി, കിൽക്കാൻ പറ്റിയായിട്ടൊരു പെങ്ങള്. അങ്ങനത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ ഈ പെങ്ങളെ തന്നെ ജോസ് പ്രകാശ് സാറ് ബലാത്സംഗം ചെയ്യുമെന്നുള്ളതാണ്. അത് കമ്മീഷണർ എല്ലാവരും ഞാൻ കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വില്ലൻ അദ്ദേഹമായിരിക്കും. ഇവിടെ തന്നെ പോയി ബലാത്സംഗം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ അനീഫ്ക്കയോട് ചോദിച്ചിട്ടുണ്ട്. അനീഫ്ക്ക ചിരിക്കും. ഈ അനീഫ്ക്കക്ക് ഈ വക്കീലുമാരിലും ജഡ്ജിമാരിലൊക്കെ കൈവശം കൊടുക്കും. ഞാൻ പറഞ്ഞാണ്, നിങ്ങൾക്ക് അത് കൈവശം നടന്നില്ല. എല്ലാ പടത്തിലും കോടതിയും വക്കീലും ഉണ്ടാവും. ആ വാത്സല്യത്തിലെങ്കിലും ഈ സിദ്ദിഖാക്ക് വേറെ എന്തെങ്കിലും ജോലി കൊടുക്കാഞ്ഞില്ലേ, അപ്പൊ പുള്ളി ഒറ്റ ചിരിയായിരുന്നു. പഠിച്ചിട്ട് മറ്റേ പറ്റിക്കലാണ്. ഞാൻ അതുപോലെ പറഞ്ഞ ഞാൻ അനീഫ്ക്കയോട് ചോദിച്ചിട്ടുണ്ട്, വാത്സല്യത്തിലെ മമ്മൂക്ക വീട് വിട്ടിറങ്ങിപ്പോയി, എല്ലാരും പോയി, സിദ്ദിഖേട്ടൻ മാത്രമാകുമ്പോ ഒരു രാത്രി സ്വപ്നം കാണുന്നുണ്ട്. പുള്ളി ഒരുപാട് പേര് വന്നിട്ട് നിന്നെ ഞാനല്ല എന്നൊക്കെ പറയുന്നത്. ഞാൻ അനീഫ്ക്കയുടെ കോൺട്രിബ്യൂഷൻ അല്ലാതെ ശരിക്കും പറഞ്ഞ ഈ ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമയില്ലേ, ആട്ടക്കലാശം സിനിമയിലായിരുന്നു അനീഫ്ക്ക ആ സമയത്തല്ലേ ഒരു ഭയങ്കര ഒരു നമ്മുടെ ഭാര്യയെ വെട്ടിക്കൊന്നിട്ട് ഈ ചൊല്ലി വന്നിരുന്ന ഒരു ഈ ക്യാരക്ടറൊക്കെ ചെയ്ത് ഞാനൊക്കെ അന്നാണ് ശരിക്കും പറഞ്ഞ അനീഫ്ക്കെ തിരിച്ചറിയണം. അതിനു മുമ്പ് ചിലപ്പം പിന്നീടാണ് ഇപ്പൊ സിനിമ കാണുമ്പോഴാണ്, പഴയ സിനിമ കാണുമ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ അനീഫ്ക്ക ഉണ്ടാവും ഇഷ്ടം പോലെ. അതായത് രക്തമില്ലേ, രക്തത്തിൽ സംസാരിക്കാൻ പറ്റാത്ത പൊട്ടനായിട്ട് ഭയങ്കര രസമായിരുന്നത് ജോഷി സാറിന്റെ പടം. അല്ല, ഹനീഫ്ക്ക ഈ നമ്മൾ ജഗ്ഗു എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടല്ലോ, അതായത് കൊള്ളത്താവളങ്ങൾ, ഈ കൊള്ളക്കാർ ഒളിച്ചിരിക്കുകയൊന്നുമല്ല, കൊള്ളക്കാരൊരു താവളം ഉണ്ടാക്കി അവിടെ ഒരു സിസ്റ്റവും പോത്തിന്റെ തലയും അതിന് 2 ചുമല കണ്ണും ടൈറ്റ് ടീഷർട്ട്, തടിമില്ലിലെ പോലത്തെ കുറെ ലൈറ്റുകള്, സന്ധ്യ ആയി കഴിഞ്ഞാൽ ചെറിയൊരു ക്യാബറെ, അവിടെ ഇവർക്ക് വേറെ ബാങ്ക് മോഷ്ടിക്കുക, ക്യാബറെ കാണുക. ആ സംഘങ്ങളിൽ ഒരുപാട് സിനിമകളിൽ ഈ എസ് ബോസ് പറയുന്ന സംഘത്തിൽ ഹനീഫൊക്കെയുണ്ട്. എസ് ബോസ് എന്ന് പറയുന്ന ഒരേപോലെ 2 പടത്തിൽ ജോസ് പ്രകാശ് സാർ പുള്ളിയെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. 2 ചതിയാ. കാരണം ഇന്നലെ വരെ ഹീറോയോടെ നിന്ന് ഇന്ന് വന്ന് പുള്ളിക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് പ്രതിഫലമല്ലേ അടിച്ചടിച്ച് അപ്പൊ തന്നെ. അപ്പൊ പുള്ളിക്കൊരു ന്യായമുണ്ട്. അത് അനീഫ്ക്കയുടെ അല്ല, ജോസ് പ്രകാശ് സാറിന്റെ ഒരു ന്യായമുണ്ട്. ഇന്നലെ വരെ ചോറ് കൊടുത്ത് കൈക്ക് കൊത്തി അവൻ നാളെ എന്നെ കൊത്തില്ലെന്ന് എന്താ ഉറപ്പ്? ഹനീഫ്ക്കയുടെ ഫസ്റ്റ് പടം സ്ക്രിപ്റ്റ് കഥ എഴുതുന്ന പടം പുള്ളിയുടെ പേര് അല്ല പറഞ്ഞത്, വേറെ ആരുടെ പേരിലാണ്. കാരണം പുള്ളിയുടെ പേരിൽ ഹനീഫ് വേണ്ട എന്ന് പറയുമെന്ന് പുള്ളിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ വേറൊരാൾ എഴുതിയാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആദ്യമായിട്ട് ഈ കഥ കൊടുക്കണത്. അതെടുത്തു. അത് ഇപ്പൊ ഈ സരിമേട്ടൻ പറഞ്ഞ കാര്യം, നമ്മള് ഈ നർമ്മം പറയുന്ന ഒരാള് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമെന്ന് വിചാരിച്ചില്ലെന്നൊക്കെ നമ്മളോടൊക്കെ പറയാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല സജഷനോ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ പറയുന്നു, അത് എന്തിനാ ഇവരിങ്ങനെ ഇതിനു മുമ്പ് വിചാരിച്ചു വെച്ചതെന്ന് അറിയത്തില്ല. പക്ഷെ ഹനീഫ്ക്ക അതിനകത്ത് ഈ 2 അറ്റവും, അതായത് ഈ ലവലേശം ചിന്തിക്കാത്ത ഒരാളായിട്ടുള്ള കഥാപാത്രം ചെയ്യണമെങ്കിൽ അതിന്റെ എക്സ്ട്രീമാണ്. മഹാനദി CID മൂസ പറക്കന്തളിയ ആ എക്സ്ട്രീം ഉണ്ട്. അത്ര എക്സ്ട്രീം ആയിട്ടുള്ള കഥാപാത്രങ്ങൾ 2 വശങ്ങളിൽ നിന്നും എടുത്ത് ചെയ്തിട്ടുള്ള ഒരാളാണ് ഹനീഫ്ക്ക എന്ന് പറയുന്നത്. ഈ പത്രം, ലേലം പോലെയുള്ള സിനിമകളിലൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളോ എന്താ സൂത്രധാരൻ അത് സംസ്ഥാന അവാർഡ് കിട്ടി. സംസ്ഥാന അവാർഡ് കിട്ടിയതാണ്. അത് ഹ്യൂമറും വില്ലനിസും കൂടെ ഒരേപോലെ കൊണ്ടുപോയിട്ട്
മിസ്റ്റർ നന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മാറി മറിയുന്ന ഒരു ഭയങ്കര. പിന്നെ വേറെ രണ്ട് വിഷയമാണ്, ഞാനൊരു ഡയറക്ടർ എന്നുള്ള പുള്ളിയെ പണ്ട് പോലെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാം, 80s മുതൽ പുള്ളി ഹിറ്റുകൾ കൊടുത്തോണ്ടിരുന്നു. ഈ പറഞ്ഞ ഇതിഹാസം, രക്തം, ഇങ്ങനെ കുറെ പടങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. 3 മാസങ്ങൾക്ക് മുമ്പ് തമിഴിലെങ്ങാണ്ട് തായ്ക്കൊരു കാലഘട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ജോഷി സാറുമായിട്ടൊരു വലിയ ഭയങ്കര ബന്ധമുണ്ട്. കാരണം ജോഷി സാറിന്റെ കരിയറിന്റെ തുടക്കത്തിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകളുടെ എഴുത്തിലൊക്കെ അല്ല, ജോർജ് സാറിന്റെ ഒട്ടുമിക്ക എഴുത്തുകളും ആ കാലത്ത് പുള്ളി കഥ ആയിരുന്നു. മോർക്കൻ സിനിമയിലുണ്ടല്ലോ, ആ. ജയനോട് ലൈറ്റർ കത്തിക്കുന്ന സംഘത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ജോഷി സാറിന്റെ മിക്ക സിനിമകളിലും അല്ല, അവര് പഴയ ഫ്രണ്ട്സാണ് അവര്, ജോർജ് സാറും അനീഫിക്കയും അഡ്ഡാസിലൊക്കെ ചെയ്തിട്ടുള്ള. ആ കാലം. പ്രിയൻ സാറിന്റെ പടത്തിൽ പുള്ളി ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് ഫുൾ അഭിനയിച്ചേക്കുന്നത്. ഈ താളവട്ടത്തില് താളവട്ടത്തിൽ വേറെ ഒന്നുമില്ല, ലാലേട്ടനെ പിടിച്ചിടുക, ലോക്ക് ചെയ്യുക, അതേ ഉള്ളൂ. പക്ഷെ അഭിമന്യു എന്ന് പറഞ്ഞ സിനിമയിൽ അതൊരു ഉഗ്രൻ ക്യാരക്ടറാണ് അഭിമന്യു. ചില കാര്യങ്ങളിൽ ഈ ഹനീഫക്കയുടെ ഒക്കെ ഒരു സ്കില്ല് മനസ്സിലാക്കുന്നത് ഫോർഗ്രൗണ്ടിലില്ല. മേഘം എന്ന് പറയുന്ന സിനിമയില് ഇവരിരുന്ന് നിരന്നിരുന്ന് ചോറുണ്ണുന്ന ഒരു ഷോട്ടുണ്ട്. ഇങ്ങറ്റത്തുനിന്ന് വിളമ്പി 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 ഒരു 6-7 ആർട്ടിസ്റ്റുകൾ ഇരുന്ന് ചോറുണ്ണുന്നുണ്ട്. ഇതില് ഫോർഗ്രൗണ്ടിൽ നിന്ന് ഒരു 5-ാമത്തെ 6-ാമത്തെ ആളാണ് ഹനീഫക്ക. ഇവിടെയാണ് വിളമ്പും പണിയൊക്കെ നടക്കുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ 5-ാമതിരിക്കുന്ന ഹനീഫക്ക ചോറുരുള് ഉരുട്ടിയിട്ട് മണത്ത് നോക്കിയിട്ടാ തിന്നുന്നത്. എല്ലാ ചോറുരുളയും പുള്ളി. ഇതൊക്കെ നമ്മൾ 5-ാമതും 6-ാമതും പടം കാണുമ്പോഴേ ഇത് കാണുള്ളൂ. ഇതെടുത്ത് മണത്ത് നോക്കിയിട്ട് തിന്നും. അത് എന്തിനാണ് മണത്ത്? സാറിന്റെ കഥ പറഞ്ഞപ്പോഴാണ് ഞാനൊരു വേറൊരു സംഭവം. കിളിച്ചുണ്ടൻ മാമ്പഴത്തില് ഞങ്ങള് ലാലേട്ടനും ഞാനും ഒരു വഞ്ചിയിൽ ഒളിച്ചു താമസിക്കുകയാണ്. ശ്രീനിച്ചേട്ടനെ പേടിച്ചിട്ട് ഒരു വള്ളത്തിലാണ് ഒളിച്ചു കാണിച്ചത്. അപ്പൊ ഹനീഫ്ക ഞങ്ങളെ സഹായിക്കുന്ന ഒരാളാണ്, കലന്ത ഹാജിയ, അങ്ങനെ ഹാജിയാണ്. അപ്പൊ ഹനീഫ്കയും ഞങ്ങളും കൂടിയുള്ള ഒരു സീനാണ് അകത്ത്, വള്ളത്തിന്റെ അകത്ത്. അപ്പൊ പ്രിയ സാറ് എന്നോട് പറഞ്ഞു കറക്റ്റ് 5 മണിക്ക് നീ എത്തിക്കണം. ഹനീഫ്കനോട് പറഞ്ഞു 5 മണിക്ക് എത്തിക്കണം എന്നുള്ളത്. ഞാൻ എത്തിയപ്പോ 5:30, അനീഫ്ക്ക് എത്തിയപ്പോ 6 മണിയായി. അപ്പൊ പുള്ളി അതിൽ മാജിക് ലൈറ്റ് പോയെന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഒച്ചപ്പാടും വെള്ളമുണ്ടാ. പക്ഷെ പുള്ളി പറയാ എടുക്ക എന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഇതാണ്. ഞങ്ങൾ രണ്ടുപേരും വള്ളത്തിലിരിക്കുന്നു, കലന്ത ഹാജി സംഘവും സംസാരിക്കുന്നു, വാക്കു കൊടുക്കുന്നു. മറ്റേ ഹാജിര ശ്രീനിവാസൻ ചേട്ടന്റെ ശബ്ദം വെളിയിൽ നിന്ന് കേൾക്കുന്നു. കലന്ത ഹാജി ഈ പുഴയിലേക്ക് എടുത്ത് ചാടുന്നു. പുഴ ഏതാണെന്നറിയാമോ? പുഴ നമ്മുടെ മുക്കത്തുള്ള പുഴ. പുഴയില് ഈ വള്ളം കെട്ടി വെച്ചിട്ട് കഴുക്കോലി കുത്തിയ നിർത്തിയേക്കാണ്. ആ കഴുക്കോലി ഇങ്ങനെ ഇരുന്ന് കാണിച്ചിട്ടിരിക്കാണ്. അത്ര ഒഴുക്കാണ്. താത്തി വെച്ച കഴുക്കോലി ഇങ്ങനെ ഇരുന്ന് കാണിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യൂടാ എന്നോട്? എടാ എന്ത് ചെയ്യും ഈ ഒഴുക്ക് കണ്ട നീ? അപ്പൊ എനിക്കൊന്നും അറിയില്ല. അപ്പൊ പ്രിയ സാർ എടോ താൻ നോക്കി വർത്താനം പറയാറോ, അവിടെ ചാടണം നോക്കണോ, ഒരു സേഫായ സ്ഥലത്ത് ചാടണം നോക്കും. ഹനീഫ്ക വിറക്കിടുന്നിട്ട് എന്ത് ചെയ്യൂടാ, എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല, ഹനീഫ്ക്കാണ് നീന്തലും അറിയില്ല. എടാ ഒഴുക്കെന്ന് വെച്ചാല് ചിന്തിക്കാൻ പറ്റാത്ത ഒഴുക്ക. അപ്പൊ ഞാൻ പറയും എന്ത് ചെയ്യും ഹനീഫ, എന്തെങ്കിലും ആലോചിക്കണം. ഷൂട്ടിങ് കഴിഞ്ഞു. ഹനീഫ്കനെ പേടിപ്പിക്കാൻ വേണ്ടി താമസിച്ചൊന്നുമില്ല, അതിന് അടിയിൽ എഴുതി ഓ അനീഫ്കട അന്നാ ശ്വാസം വീണത്. ഓ പോയിക്കോ പോയിക്കോ സാർ പറഞ്ഞു പോയിക്കോ